ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഫുഡ് സ്റ്റോറീസ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറയാനില്ല, കാരണം ഇവിടെ മഴയാണ്, എനിക്ക് വെയിൽ കിട്ടുന്നില്ല. വെയിൽ കിട്ടാത്തത് കാരണം വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നല്ല മഴ മാറുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ദൂരെങ്ങും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 5-6 സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടത്തേക്കൊന്നും എത്താൻ പറ്റുന്നില്ല മഴ കാരണം. ഒന്ന് ബൈക്കിലല്ലോ കൊണ്ട്, സ്കൂട്ടറിലല്ലോ കൊണ്ട്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് കാരണം പോകാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് പിന്നെ വെയിലും വേണം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. വെയിലുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പെട്രോൾ ഇടാം. നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും നേരെ പെട്രോൾ ഇടും. ഈ ബൈക്കിന് ഒരു തുള്ളുന്നു, അതായത് പിന്നെ ക്ലച്ച് കുറവുള്ളതുകൊണ്ട് തുള്ളുന്നു. ഈ ട്രാഫിക് ജാമിലെല്ലാം പ്രോബ്ലമാണ് ഇങ്ങനെ തുള്ളുമ്പോൾ. അതാണ് പെട്രോൾ എടുത്ത് ഒരു കുപ്പി ഇതുപോലെ ബാലൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ ഇട്ട് കഴിഞ്ഞാലും 1 ലിറ്റർ ബോട്ടിൻ്റെ അകത്ത് 100 രൂപയുടെ ബോട്ടിൻ്റെ അകത്ത് ബാലൻസ് ഉണ്ടാവും. ഞാൻ ഇത് ആദ്യം ഒഴിക്കണം, എന്നിട്ട് 100 അടിക്കണം. അപ്പോൾ ഞാൻ പെട്രോൾ അടിക്കട്ടെ കേട്ടോ ഗായ്സ്. ഇതുപോലത്തെ ഒരു കൊണ്ടയാണ് എനിക്ക് ആവശ്യം. എന്നിട്ട് മറിഞ്ഞ് തെറിച്ചത്. ഒരു ലിറ്റർ ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, കാസർഗോഡ് വലിയൊരു പൂക്കളം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പൂക്കളം. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഫസ്റ്റായിട്ട് കാണണം. 114.71 പൈസ. ഗൈസ്, പെട്രോൾ അടിച്ചു. ഞാൻ ആദ്യം അടിച്ചിട്ട് എത്ര ഓടിയ 53. ആദ്യം 0 ആക്കാം. 0. രണ്ട് കുറ്റിയെല്ലാം കാണിക്കുന്നുണ്ട്. വീട്ടിൽ തിരി തൊട്ടടുത്ത് തിരിയുമ്പോഴല്ലേ തിരിയാൻ ബുദ്ധിമുട്ടാണ്, കയറാൻ, അങ്ങോട്ട് കയറി പോകാൻ. വണ്ടി ഫുള്ള് ഗൈസ്, കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. ക്ലച്ച് കുറവുള്ളതുകൊണ്ട് വണ്ടി ഉണ്ടല്ലോ, ഗിയർ വണ്ടി പോലെ കൊള്ളുന്നുണ്ട്. പിന്നെ ഗൈസ്
ഞാൻ വെയിൽ വരാൻ വേണ്ടി കാക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് വെയിലെങ്കിലും വേണം. ഇപ്പോൾ ഇവിടെ നല്ല മഴ വെക്കുന്നുണ്ട്. എന്താ വ്ലോഗ് ചെയ്യാൻ കുറച്ച് വെയിൽ അത്യാവശ്യം. അപ്പോൾ വെയിൽ വന്ന ഇത് ഒരു 6 സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ടില്ല കേട്ടോ. ബ്ലോക്ക് ഉണ്ട് ഗൈസ്. ഇങ്ങനൊന്നും എടുക്കാൻ പാടില്ല. റിക്ഷ സ്റ്റാൻഡിൻ്റെ ഇടയിൽ കൂടി എടുത്തിയാണ്. ഇതല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. ഇല്ല താഴെ ഇറക്കേട്ടാ. പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ല. ഇല്ലെങ്കിലേ പൊട്ടോന്നല്ലേ. നല്ല തിരക്കുണ്ട് ഗൈസ്.
ടൗണിൽ കൂടി പോകണമെന്ന് വിചാരിച്ചേ. ടൗണിൻ്റെ അകത്തുകൂടി ഒരാളെ കാണാനുണ്ടായിരുന്നു. ബട്ട് ഇത് നടക്കും തോന്നില്ല. ദിൽ ക്യാ കരേ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അഷറഫുൽ ബഷറായ ഉദിത്തവര്, അലിവിൻ്റെ നിരക്കതിരായവര്. No, this is not a zebra line. ഒന്ന് ഷൂട്ട് ചെയ്യണ്ടേ? വാവ്, ഷൂട്ട് ചെയ്യാം. ഇതാ ഓണച്ചന്ത ഗൈസ്. എവിടെ ബൈക്ക് വെക്കണ്ടേ? കണ്ടോ, ഇതെല്ലാം കണ്ടതോ? വാവ്, നോക്കട്ടെ ആ സൈഡ് എവിടെയെങ്കിലും കയറ്റി നിർത്താൻ പറ്റുമോ നോക്കട്ടെ. അഷറഫ് ബഷറായ ഉദിത്തവര്, ഗൈസ്. കാസർഗോഡ് ജില്ലയിലെ ഓണസന്ത അല്ലേ, സന്ത എന്നല്ലേ പറയുന്ന. കണ്ട ഗൈസ്, പൂക്കളം ഇടാനുള്ള എല്ലാവിധ കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. കണ്ടില്ലതാ, പലവിധ വെറൈറ്റി കളറുണ്ട്. വാങ്ങുക, നിറയെ അത് മാത്രമേ ഉള്ളൂ ഗൈസ്. ആ ഭാഗത്തെല്ലാം ഉണ്ട്. ഇവിടെ പൂക്കളം ഇട്ടിട്ടുണ്ട്, പൂക്കളം ഗൈസ്. സ്കൂട്ടർ നിർത്താൻ പാടില്ലപ്പാ, ഇല്ലേ? നിർത്തിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. തൊട്ട് ഫ്രണ്ടിൽ കാറെല്ലാം ഉണ്ടല്ലോ ഗൈസ്. ആൾക്കാരെല്ലാം പൂവെല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. തിരക്കാണ്, എല്ലാവിധ കളറുണ്ട്. ഏത് രീതിയിലും ഓണപ്പൂക്കൾ ഇടാൻ പറ്റും ഗൈസ്. ഇത് നേരത്തെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂവിൻ്റെ. ഏറ്റവും വലിയ പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ പൂക്കളത്തോടൊപ്പം നിങ്ങളുടെ ഫോട്ടോ കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പൂക്കളമാണ് അത്ര. അത് കാണാമല്ലോ അല്ലേ? ലൈക്ക് ലഭിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നെടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോകളും നാളെ മുതൽ കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ മാവേലിയുണ്ട്, രണ്ടാമുണ്ടല്ലോ, പേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എടുത്താറാ അടുത്ത് പോയിട്ട്. വാവ്, സോസം ബ്യൂട്ടിഫുൾ, അടിപൊളി. മാവേലിയുണ്ട്, രണ്ടാളുണ്ട്. ഇത് അടിപൊളി, ഓസം. ഹായ്, ഹലോ, ഹായ്. യൂട്യൂബിൽ വരും. ഒന്ന് ഫോട്ടോ എടുക്കാമല്ലോ, എടുത്തോട്ടല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കാറ്റ് വന്ന പാറൂല്ലേ? പാറിയിട്ടല്ലേ? ലക്ക് അടിപൊളി കേട്ടോ. അതെയാ? ഇതാ ബോർഡർ അല്ലേ? എന്തായിരുന്നു പേരെന്തായിരുന്നു? മോഹൻ. പേരെന്താ? അവിനാശ്. എവിടെ സ്ഥലം? മുള്ളേരിയ ആണോ നിങ്ങളുടെ? പെരിയ. ഞാൻ മുള്ളേരിയ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മുള്ളേരിയയിലെ മാർക്കറ്റും കാര്യങ്ങളല്ല. ടാഗ് ചെയ്ത ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന
വ്യൂ ലഭിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. റൂട്ട് സ്റ്റോറീസ് ചാനലിന്റെ പേര് റൂട്ട് സ്റ്റോറീസ് അടിച്ചേരാം. നാളെ മുതൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുലിക്കളിയും അതുപോലെ തന്നെ കൈകൊട്ടിക്കളി, തിരുവാതിര, ഓണം DJ മ്യൂസിക്കൽ നൈറ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ ജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതേട്ടോ ചാനല് സബ് ചെയ്യണേ. ഇതേട്ടോ ഇത് മുള്ളേരിയയിലെ വ്ളോഗാണ് ഇന്നലെ ആയിട്ട്. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വ്ളോഗ് ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ പേര് ഷാറൂൺ. ഇത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കണ്ടെക്കുക നിങ്ങളെടുത്ത ഫോട്ടോകൾ നാളെ മുതൽ കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടിപൊളി കേട്ടോ. പ്രിയപ്പെട്ടവരെ, സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇവിടെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന എല്ലാ ഫോട്ടോകളും നാളെ മുതൽ കാസർഗോഡിന്റെ ഇൻസ്റ്റാ പേജിൽ ലഭ്യമായിരിക്കും. We welcome each and everybody to get a selfie with Maveli and Pukkalam. ഗൈസ്, നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് അസോസിയേഷൻ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ട്. നമ്മളൊന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. സാറ് കുറച്ചൊന്ന് അങ്ങോട്ട് വെക്കും, കുറച്ചൊന്ന് മാറി ബാക്കിൽ പൂക്കളം കാണുന്ന രീതിയിൽ. സാർ, അപ്പം ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഒന്ന് പറയാമോ? കാസർഗോഡ് ജില്ലാ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ മുനിസിപ്പാലിറ്റിയുമായി അതോടൊപ്പം തന്നെ DTPCയുമായി ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു ജനകീയ സാംസ്കാരിക ആഘോഷമാണ് ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് മർച്ചന്റ്സ് ആരവം 26 എന്ന പേരില് കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൂക്കളമാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് കാസർഗോഡ് ജനങ്ങള് മൊത്തം ഏറ്റെടുത്തു എന്നതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് കാസർഗോഡ് മർച്ചന്റ്സിന്റെ ആരവം 26 കാസർഗോഡിന്റെ ഒരു ജനകീയ ഉത്സവമായി മാറി എന്നുള്ളതാണ്. എല്ലാ കാസർഗോഡ് ഈച്ച് ആൻഡ് എവരിബഡി, വി താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവരിബഡി ഓഫ് ദ കാസർഗോഡ് പീപ്പിൾസ്. പിന്നെ ഞങ്ങള് ഇതിന്റെ സമാപനത്തോടനുബന്ധിച്ച് 29-ാം തീയതി ആഗസ്റ്റ് 29-ാം തീയതി 4 മണിക്ക് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് വലിയൊരു പുലിക്കളി ഒരുക്കിയിട്ടുണ്ട്. കർണാടകയിലെ ഏറ്റവും പ്രശസ്തരായ കളിക്കാരാണ് നിരക്കുന്ന പുലി സംഘം പുലിക്കളിയുടെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 7 മണി മുതൽ 8 മണി വരെ കൈകൊട്ടിക്കളിയും തിരുവാതിരയും ഉണ്ടായിരിക്കുന്നതാണ്. 8 മണിക്ക് തൃശ്ശൂരിലെ അതിപ്രശസ്തമായ ടീമിന്റെ DJ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും നമ്മളെ ഈ ഓണം കളറാക്കാൻ, അടിച്ചുപൊളിക്കാൻ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആൻഡ് താങ്ക്സ്. Thank you so much. Thank you so much for your valuable time. കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സെൽഫിയോ നിങ്ങളുടെ ഫാമിലിയോ ഫോട്ടോ കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ടാഗ് ചെയ്ത് സമ്മാനങ്ങൾ നേടും. അതുപോലെ തന്നെ ഈ മാസം 29 കാസർഗോഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരിപാടിയാണ് ഈ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പരിസരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വൈകുന്നേരം 4 മണി മുതൽ കർണാടകയിലെ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന പുലിക്കളിയോടുകൂടി ആരംഭിക്കുന്ന പരിപാടി. ഹലോ ഗായ്സ്, നല്ല തിരക്കുണ്ട് കേട്ടോ. മഴ പെയ്തു തുടങ്ങി, പാറ്റുന്നുണ്ട്, എന്നാലും നനയും. ഒരു സ്ഥലത്തോട്ട് നിൽക്കട്ടെ. ഞാൻ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. ചായ കുടിക്കണ്ടേ? ഇതിൻ്റെ അടിയിൽ പോകുന്നത് എന്താ വെച്ചാൽ
മഴ വന്നാൽ പെട്ടെന്ന് കയറി നിൽക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അല്ല ഞാൻ നടുക്കായി പോയല്ലോ. ചായ കുടിക്കണം ഗൈസ്, അതിനുവേണ്ടി വന്നാണ് കേട്ടോ. ചായ കുടിക്കാം. വെജാതി തിരക്ക്. പിന്നെ ഇപ്പം ഞാൻ ആൻഡ്രോയിഡാണ് കുത്തിയേക്കുന്നത്, സാംസങ് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ രാത്രി ഇത് നൈറ്റ് വിഷൻ ക്ലാരിറ്റി പോരാ കേട്ടോ. ഡേ ടൈം നല്ലുണ്ട് ഈ ഫോൺ, നൈറ്റ് വിഷൻ പോരാ.